ധർമ്മസ്ഥല കൂട്ടക്കുഴിമാട കേസിൽ അടിമുടി ട്വിസ്റ്റ്. ക്ഷേത്ര മുൻ ശുചീകരണ ജീവനക്കാരനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. വ്യാജ ആരോപണം ഉയർത്തി എന്ന് കാട്ടിയാണ് അറസ്റ്റ്. മകളെ കാണാനില്ലെന്ന പരാതിയുമായി എത്തിയ സുജാത അടിക്കടി മൊഴി മാറ്റിയതും അന്വേഷണത്തിന് പ്രതിസന്ധിയായി. കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി പ്രത്യേക അന്വേഷണ സംഘം ധർമ്മസ്ഥലയുടെ വിവിധ ഭാഗങ്ങളിൽ കുഴിച്ചുള്ള പരിശോധനകൾ നടത്തിയിട്ടും സാക്ഷിയുടെ ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന ഒരു തെളിവും കണ്ടെത്താനായിട്ടില്ല. ഒപ്പം സാക്ഷി കോടതിയിൽ കൊണ്ടുവന്ന തലയോട്ടിയുമായി ബന്ധപ്പെട്ടും അന്വേഷണ സംഘത്തിന് ചില സംശയങ്ങളുണ്ടായി. തലയോട്ടി ലഭിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് SIT എത്തിച്ച് പരിശോധന നടത്താൻ സാക്ഷിയായ ബീം ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട രേഖകളും തെളിവുകളും ശേഖരിച്ച അന്വേഷണ സംഘം സാക്ഷി നടത്തുന്ന പ്രസ്താവനകളെല്ലാം വ്യാജമാണെന്ന് കണ്ടെത്തി. ഒപ്പം സൗജന്യയുടെ മൃതദേഹം വഴിയരികിൽ തള്ളിയത് താനാണെന്ന സാക്ഷിയുടെ വെളിപ്പെടുത്തൽ കൂടി ഉൾപ്പെടുത്തിയാണ് അറസ്റ്റിലേക്ക് നീങ്ങിയത്. കഴിഞ്ഞ 2 ദിവസമായി SIT സംഘം സാക്ഷിയെ ചോദ്യം ചെയ്തു വരികയായിരുന്നു. ഒടുവിൽ എല്ലാം വ്യാജമാണെന്ന് കണ്ടെത്തിയതോടെ അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ സാക്ഷിയെ റിമാൻഡ് ചെയ്തു. അതിനിടയിലാണ് അന്വേഷണത്തിൽ പ്രധാനമായേക്കാവുന്ന പരാതിക്കാരിയായ സുജാത ഭട്ടും മൊഴി മാറ്റിയത്. അനന്യ ഭട്ട് എന്നൊരു മകൾ തനിക്കില്ലെന്നും പണം മോഹിച്ചാണ് പരാതി നൽകുകയും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പ്രതികരണം നടത്തുകയും ചെയ്തതെന്ന് യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സുജാത ഭട്ട് വെളിപ്പെടുത്തി. ഇത് വിവാദമായതോടെ സുജാത തന്നെ തിരുത്തി. യൂട്യൂബ് ചാനൽ അധികൃതർ തന്നെ ഭീഷണിപ്പെടുത്തി റെക്കോർഡ് ചെയ്തതാണെന്നും കാറിൽ വെച്ച് ചിത്രീകരിക്കുമ്പോൾ സമീപത്ത് ഭീഷണിപ്പെടുത്തിയ വ്യക്തികൾ ഉണ്ടായിരുന്നുവെന്നുമായിരുന്നു സുജാതയുടെ രണ്ടാമത്തെ വിശദീകരണം. ഇതോടെ ആശയക്കുഴപ്പത്തിലായ SIT സുജാത ഭട്ടിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ഹാജരാകാനാകില്ലെന്നും സുജാത അറിയിച്ചു. ധർമ്മസ്ഥലയിലെ കൂട്ടക്കുഴിമട കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ മൊഴികളായിരുന്നു സാക്ഷിയുടേതും സുജാത ഭട്ടിന്റേതും. ഇത് രണ്ടും ഇല്ലാതായതോടെ അന്വേഷണം അവസാനിപ്പിക്കേണ്ട അവസ്ഥയിലാണ് പ്രത്യേക അന്വേഷണ സംഘം. ന്യൂസ് മലയാളം, ധർമ്മസ്ഥല.